കാരുണ്യത്തിന്റെ കൈപിടിച്ച് കൊച്ചി കോർപ്പറേഷൻ 18ാം ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സൻ സജിത് കൃഷ്ണപ്രിയ ദമ്പതികളുടെ കുട്ടികൾക്കും സുമിത്തിനും ചികിത്സാ സഹായം സമാഹരിക്കുന്നതിനായി കൗൺസിലറുടെ നേതൃത്വത്തിൽ ലുങ്കി ചലഞ്ച് നടത്തി. ലുങ്കി ചലഞ്ചിലൂടെ ലഭിച്ച സഹായധനത്തിന്റെ വിതരണം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. തങ്ങൾക്കാവശ്യമായ പണം ലഭിച്ചതുകൊണ്ട് കിട്ടിയ പണം മുഴുവൻ സുമിത്തിന്റെ പിതാവിന് കൈമാറി സ്നേഹത്തിന്റെ ഇരട്ടി മധുരവുമായി കുട്ടികളുടെ അച്ഛൻ സജിത്. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ 18ാം ഡിവിഷൻ കൗൺസിലറായ അഡ്വക്കേറ്റ് അശ്വതി വത്സന്റെ നേതൃത്വത്തിലാണ് സജിത് കൃഷ്ണപ്രിയ ദമ്പതികളുടെ ഇരട്ടക്കുട്ടികൾക്കും സുമിത്തിനുമായി ലുങ്കി ചലഞ്ച് സംഘടിപ്പിച്ചത്. 5,50,604 രൂപ തുകയായി വരുന്ന ചികിത്സാ സഹായധനത്തിന്റെ വിതരണം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. കൗൺസിലർമാർക്ക് പൊതുവായി വരുന്ന പ്രശ്നം ഓരോ കൊല്ലവും ഓരോ മാസം കഴിയുമ്പോഴത്തേക്കും ടെൻഷൻ തുടങ്ങും. എനിക്കൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ്. നമ്മൾ നിരന്തരമായ ജാഗ്രതയോടുകൂടി ചില കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ച് ഏറ്റെടുത്താൽ അത് ചില കാര്യങ്ങൾ 2 കൊല്ലം കഴിയുമ്പോൾ നടക്കും, ചിലത് 3 കൊല്ലം കഴിയുമ്പോൾ നടക്കും, ചിലത് 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും നടക്കും. അപ്പൊ അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. സജിത് കൃഷ്ണപ്രിയ ദമ്പതികളുടെ കുട്ടികൾക്ക് മറ്റു വിധത്തിൽ ചികിത്സാ സഹായം ലഭ്യമായതിനാലും കുട്ടികളുടെ അവസ്ഥ മെച്ചപ്പെട്ടതിനാലും അവർക്ക് നൽകിയ സഹായധനം കുട്ടികളുടെ അച്ഛനായ സജിത് വേദിയിൽ വെച്ചു തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സുമിത്തിന്റെ പിതാവിന് കൈമാറുകയായിരുന്നു. തുടർന്ന് മേയർ പുതുമുഖ സിനിമാ താരം മീന രാജിന് 18ാം ഡിവിഷന്റെ സ്നേഹാദരം നൽകി അനുമോദിച്ചു. 18ാം ഡിവിഷൻ കൗൺസിലറും ചികിത്സാ സമിതിയുടെ ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് അശ്വതി വത്സൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ കായിക സമിതി ചെയർമാൻ VA ശ്രീജിത്ത്, 20ാം ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് PS വിജു, പ്രേമകുമാർ, എഡ്രാക് പള്ളുരുത്തി മേഖലാ കമ്മിറ്റി ഭാരവാഹികളായ IP രവി, ജോർജ്, ബേസിൽ മൈലന്തറ, PR വിജയൻ, CR ബിജു, ADS ചെയർപേഴ്സൺമാരായ നസീറ നൌഷാദ്, രജനി വിനായകൻ, പ്രസന്ന പ്രദീപ് എന്നിവരും ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കെടുത്തു. ട്രഷറർ MS ഷൈൻ, കൺവീനർ MS സുരാജ്, കോർഡിനേറ്റർ KA അഫ്സൽ എന്നിവർ സംസാരിച്ചു. അഭിപ്രായ പ്രകാരം സമിതി വിളിച്ചുകൂട്ടി ലുങ്കി ചലഞ്ച് നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ലുങ്കി ചലഞ്ച് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ, അതിനെ വിജയമാക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ 18, 19, 20 ഡിവിഷനുകളിലെ ചെയർപേഴ്സൺമാരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും എല്ലാവരും സർവ സന്നദ്ധരായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരുടെ പ്രവർത്തനങ്ങളും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട ഈ ഫീൽഡിൽ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യപ്രകാരമുള്ള മുന്നിന്റെ ഓർഡർ എടുക്കാനും അതനുസരിച്ച് ഫണ്ട് കളക്ട് ചെയ്യാനും അത് വിതരണം ചെയ്യാനും എല്ലാം സാധിച്ചത്. ആദ്യഘട്ടം അതായിരുന്നു. 2ാം ഘട്ട പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ഹരിതകർമ്മ സേനയും എഡ്രാക്കും അതുപോലെ തന്നെ നമ്മുടെ ചില കൗൺസിലർമാർ, ലൈലാദാസ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ചില കൗൺസിലർമാർ, അവർക്ക് സാധിക്കുന്ന ചെറിയ പ്രവർത്തനം ഒരു പ്രദേശത്തു നിന്ന് അകന്നു മാറുന്നതോറും അവർക്കും തനതായി ഏറ്റെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ അവരും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.